കേരളത്തെ അപമാനിക്കാൻ, കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ വേണ്ടി സംഘപരിവാർ സൃഷ്ടിച്ചു വെച്ച കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കോടതി വിധിയെ പോലും ലംഘിച്ചുകൊണ്ട് പല സിനിമാ തിയേറ്ററുകളിലും ഈ സിനിമയുടെ പ്രദർശനം നടന്നിരുന്നു. എന്നാൽ വളരെ ശക്തമായ രീതിയിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും ഈ നാടിനോട് കൂറുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ അപമാനിക്കുന്ന ഈ ഒരു സിനിമ കാണരുതെന്ന ആർജവത്തോട് പറഞ്ഞുകൊണ്ട് ഒട്ടുമിക്ക തിയേറ്ററുകളിലേക്കും അവരുടെ ഒരു പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകാരുണ്ടല്ലോ, അവൻ്റെയൊക്കെ മനസ്സെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സമയം കൂടിയാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ സംഗി സ്റ്റോറി എന്ന് പറഞ്ഞ ഈ ഒരു മൂഞ്ചിയ സിനിമ ഈ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. ഇനി മാനാഭിമാനമുള്ള സിനിമയെ സ്നേഹിക്കുന്ന ഒരാളും ഈ സിനിമ പ്രദർശിപ്പിച്ച ഒരു തിയേറ്ററിൽ നിങ്ങൾ പോയി സിനിമ കാണാൻ പാടില്ല. അത് നമ്മുടെ മലയാളികളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തതാണ്. സിനിമ പ്രദർശിപ്പിച്ച തിയേറ്ററിന്റെ ഉടമകൾ ചിലപ്പോൾ സംഘപരിവാർ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പണത്തിന് വേണ്ടി എന്തും വിടുപണി ചെയ്യുന്ന ചില മറ്റവന്മാരാണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. സിനിമ കാണാൻ വന്നിട്ടുള്ള ചില പ്രേക്ഷകരുടെ അഭിപ്രായം, ഒരു ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയനുണ്ട്, ഇവൻ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ് കേട്ടോ. ഇതുപോലെ മലയാളികളെ അപമാനിക്കുന്ന ഒരു സിനിമ എടുത്തു വെച്ചിട്ട്, അതായത് സ്വന്തം അവന്റെ മാതാപിതാക്കളെ വരെ സംഘികൾ അപമാനിച്ചാലും അത് നല്ലതെന്ന് പറയുന്ന ഒരു ഒന്നാം തരം പരനാറി. നമുക്ക് തരാം, വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളോട് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞത് നിങ്ങളൊരു മലയാളിയല്ലേ, കേരളീയനല്ലേ? ഇന്ന് രാവിലെ പോലും ഇത് ഓൺലൈൻ കിട്ടിയിട്ടില്ല. ഇനി നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് പറയുന്നത് അവസാനിപ്പിക്കുന്നത് കോട്ടയത്ത് ഒരു തിയേറ്റർ ഇത് എടുത്തിട്ടില്ല, നിങ്ങളുടെ തിയേറ്റർ എടുത്തേക്കുന്നത്. വേറെ ഉണ്ടല്ലോ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഡിവൈഎഫ്ഐയുടെ വെല്ലുവിളി നിങ്ങൾ പോയാൽ ഈ തിയേറ്ററിനെ അറിയാമല്ലോ. ഇന്ന് വൈകിട്ട് 5:45 8:45 ഇപ്പൊ കണ്ടത് നമ്മുടെ ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടികളായിട്ടുള്ള പിള്ളേരുണ്ട്, ഓണർക്ക് കൊടുത്തൊരു വാണിയാണ് കേട്ടോ. ഇനി ഇത് ഇവന്റെ കൊരയെന്ന് നിങ്ങൾ കേട്ടോ. ദ കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്ന സിനിമ നമ്മുടെ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ ഇവിടെ ഒരുപാട് മരമൊണ്ണകള് ഉറഞ്ഞുതുള്ളി വീമ്പത്തരം പറഞ്ഞ് നടന്നിരുന്നു. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങളുടെയൊന്നും തറവാട്ട് സ്വത്തല്ല കേരളം. ഈ രാജ്യത്തൊരു സിനിമ ഇറങ്ങിയാലേ അത് കേരളത്തില് ഓടുക തന്നെ ചെയ്യും. താല്പര്യമുള്ളവർ ക്യാഷ് കൊടുത്താൽ ടിക്കറ്റ് കിട്ടും, അവർക്ക് പോയിട്ട് സിനിമ കാണാം. താല്പര്യമില്ലാത്തവർ പോയിട്ട് കാണുകയും വേണ്ട. പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ചില വിഭാഗം ആളുകൾക്ക് മാത്രം പോരാ. ഏതൊരു സിനിമ ഇറങ്ങിയാലും അതേ രീതിയിൽ തന്നെയല്ലേ കാണേണ്ടത്. താല്പര്യമുള്ളവർ കാണും. മരം ഒണ്ണേ, നീ ഇപ്പൊ കണ്ടല്ലോ, നീ പറഞ്ഞ ആ ആളുകളാണ് ആ തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ അങ്ങോട്ട് നിർത്തി വെച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉടനീളം ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ കേരളത്തെ അപമാനിച്ചിട്ടുള്ള ഈ സിനിമ തടഞ്ഞിട്ടുണ്ട്, ഇനിയും തടയും. ഇതുപോലുള്ള മുണഞ്ഞ സിനിമകൾ കേരളത്തെ അപമാനിക്കാനും കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാനും, നീ പിന്നെ കേരളത്തിൽ ജനിച്ചതാണോ അത് ഏതെങ്കിലും സംഘികൾക്കുണ്ടായതാണോ എന്ന് പോലും ഇപ്പൊ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം സംഘികൾക്ക് വേണ്ടി ഇങ്ങനെ നിന്റെ അസ്തിത്വം പണയപ്പെടുത്തലടാ. നീ ഇങ്ങനെ കിടന്നുകൊണ്ട് കൊരക്കല്ലേ, നീ ഇങ്ങനെ കിടന്ന് നിന്റെ ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി പൊട്ടിപ്പോവും. നീ ഇങ്ങനെ സംഘികൾക്ക് വേണ്ടി കിടന്നുകൊണ്ട് ഇങ്ങനെ കുരച്ചു കഴിഞ്ഞാൽ. എന്നാണ് ഇപ്പം ഈ സിനിമയ്ക്ക് ടിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടിക്കറ്റുമായിട്ടാണ് ഇപ്പം തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വരുന്നത്. നല്ല ആൺകുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്, അവരത് തെളിയിക്കും, അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ഇനി അത് തെളിയിക്കുക തന്നെ ചെയ്യും. അതിന് നീ ഇനി എവിടെ കിടന്നുണ്ട് നിന്റെ ഞരമ്പ് പൊട്ടി ചത്താലും കൊള്ളാം. നിന്നെപ്പോലുള്ളവൻ മലയാളികൾക്ക് അപമാനമാടാ. മലയാളികളെ അപമാനിക്കുന്ന ഒരു സിനിമ അത് പ്രദർശിപ്പിക്കണമെന്ന് പറയുമ്പോൾ നിന്നെ ഞങ്ങൾ ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം സിനിമകള് കേരളത്തിലെ ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യണം. കാരണം കേരളത്തിലെ ജനങ്ങൾ അപമാനിക്കുന്ന സിനിമയാണ്, അല്ലാതെ ഇത് ഒരു കമ്മ്യൂണിറ്റി അപമാനിക്കുന്നതായിട്ടൊന്നും അല്ല നമുക്ക് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് തോന്നിയത്. എന്തായാലും കാത്തിരുന്നാലും കാണാം ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെയ്ക്ക് എല്ലാവർക്കും